ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. ഐതിഹ്യമാല കുട്ടികൾക്ക് എന്ന പുസ്തകത്തിലെ അടുത്ത ഭാഗം കേൾപ്പിക്കട്ടെ. ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ട് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതട്ടെ. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ആറന്മുളയപ്പനും തിരുവോണത്തോണിയും. ആറന്മുളയ്ക്കടുത്തുള്ള കാട്ടൂർ എന്ന സ്ഥലത്ത് പണ്ട് പേരുകേട്ട ഒരു ഇല്ലമുണ്ടായിരുന്നു. മങ്ങാട്ട് എന്നായിരുന്നു ആ ഇല്ലത്തിൻ്റെ പേര്. ദൈവഭക്തിയിലും ദാനധർമ്മത്തിലും മങ്ങാട്ടില്ലക്കാരെ മറികടക്കാൻ പറ്റിയ മറ്റൊരു തറവാട്ടുകാരും അക്കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. മങ്ങാട്ടില്ലത്തെ മൂത്ത കാരണവരായ മങ്ങാട്ട് ഭട്ടതിരി തിരുവോണ ദിവസം നാട്ടിലെ ഏതെങ്കിലും ഒരു ബ്രഹ്മചാരിയെ ആയ ബ്രാഹ്മണകുമാരനെ ക്ഷണിച്ചു വരുത്തി ഊണു കൊടുക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. വരുന്ന ബ്രാഹ്മണകുമാരൻ്റെ കാൽ കഴുകി ആദരവ് പ്രകടിപ്പിച്ച ശേഷമാണ് അയാൾക്ക് വിഭവസമൃദ്ധമായ തിരുവോണ സദ്യ വിളമ്പിയിരുന്നത്. കാൽ കഴുകി ചൂട്ട് എന്നാണ് ഈ കർമ്മത്തിന് പറഞ്ഞിരുന്നത്. അന്നത്തെ ദിവസം കാൽ കഴുകി ചൂട്ട് കഴിഞ്ഞതിനു ശേഷം മാത്രമേ മങ്ങാട്ട് ഭട്ടതിരി തിരുവോണം ഉണ്ടിരുന്നുള്ളൂ. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു തവണ തിരുവോണ ദിവസം ബ്രഹ്മചാരിയായ ഒരൊറ്റ ബ്രാഹ്മണൻ പോലും ഇല്ലത്തിൻ്റെ പടി കടന്ന് വന്നില്ല. കാത്തിരുന്ന് മങ്ങാട്ട് ഭട്ടതിരിയുടെ കണ്ണ് കഴച്ചു. നേരം നട്ടുച്ച കഴിഞ്ഞു. മഹാവിഷ്ണോ കൃപാസിന്ധോ, അടിയനെ കാക്കണേ, ഭട്ടതിരി പലവട്ടം മനസ്സിൽ ധ്യാനിച്ചു. അപ്പോഴുണ്ട് പടി കടന്ന് അതാ വരുന്നു അതികോമളനായ ഒരു ബ്രാഹ്മണകുമാരൻ. തികച്ചും ബ്രഹ്മചാരിയായിരുന്നു ആ കുമാരൻ. മങ്ങാട്ട് ഭട്ടതിരി നിറഞ്ഞ സന്തോഷത്തോടെ കൈകൾ കൂപ്പി ആ ബ്രാഹ്മണകുമാരനെ ഇല്ലത്തേക്ക് എതിരേറ്റു. അകത്തളത്തിൽ നല്ലൊരു തൂശനില വിരിച്ച് അതിൽ നറുമണം പരത്തുന്ന ഓണക്കറികളും തുമ്പപ്പൂ ചോറും പഴവും പപ്പടവും എല്ലാം വിളമ്പി. അവസാനം ഇളം ചൂടുള്ള ഓണപ്പാലടയും പ്രഥമനുമെല്ലാം ആവോളം ആസ്വദിപ്പിച്ചു. ഓണമുണ്ട് എഴുന്നേറ്റ ബ്രഹ്മചാരി അതീവ സംപ്രീതനായി അറിയിച്ചു, തിരുമേനി, ഓണസദ്യ ബഹുകേമമായിട്ടുണ്ട്. പാലടയും പ്രഥമനുമെല്ലാം അതിഗംഭീരം. അത് കേട്ടപ്പോൾ തിരുമേനിക്ക് തിരുവോണമുണ്ട പ്രതീതിയായി. അദ്ദേഹം പിന്നെ ബ്രാഹ്മണകുമാരന് ദക്ഷിണയും സമ്മാനിച്ചു. എല്ലാം കഴിഞ്ഞ് കുമാരൻ പോകാനുള്ള ഒരുക്കമായി. അപ്പോൾ കുമാരൻ പറഞ്ഞു, എല്ലാ ഓണത്തിനും ഇവിടെ വന്ന് ഉണ്ണണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ഇത്ര ദൂരം പിന്നിട്ട് ഇവിടെ വരിക അസാധ്യമാണ് തിരുമേനി. ബ്രാഹ്മണകുമാരൻ ഭട്ടതിരിയോട് നന്ദി പറഞ്ഞ് മന്ദം നടന്നകന്നു. നാളുകൾ കുറേ കടന്നുപോയി. അടുത്ത ഓണക്കാലത്തിൻ്റെ തുടക്കമായി. എങ്ങും ചിങ്ങപ്പൂവിളി ഉയരാൻ തുടങ്ങി. ബ്രഹ്മചാരിയെ സ്വീകരിക്കേണ്ട ദിവസം അടുത്തെത്തിക്കഴിഞ്ഞുവെന്ന് മങ്ങാട്ട് ഭട്ടതിരി മനസ്സിൽ കണക്കുകൂട്ടി. അതിനുള്ള ഒരുക്കങ്ങളും തിരുമേനി ആരംഭിച്ചു. ഇതിനിടയിൽ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഭട്ടതിരി ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ വന്ന് ചിരിതൂകി നിന്നത് കഴിഞ്ഞ വർഷത്തെ തിരുവോണത്തിന് തൻ്റെ ഇല്ലത്തേക്ക് കടന്നു വന്ന സുമുഖനായ ബ്രാഹ്മണകുമാരനാണ്. കുമാരൻ പറഞ്ഞു, തിരുമേനി, കഴിഞ്ഞ ഓണത്തിന് നാം അങ്ങയുടെ ഓണസദ്യ ഉണ്ടതല്ലേ? ഇത്തവണ നമുക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല. അതുകൊണ്ട് ഓണവിഭവങ്ങളുമായി അങ്ങ് ആറന്മുള ക്ഷേത്രത്തിലേക്ക് വന്നോളൂ. കുമാരൻ ചിരിച്ചു. ഇത് കേട്ടതോടെ മങ്ങാട്ട് ഭട്ടതിരി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന നാലുപാടും നോക്കി. പക്ഷേ അവിടെ ആരെയും കണ്ടില്ല. അപ്പോഴാണ് കഴിഞ്ഞ തിരുവോണ ദിവസത്തെ കാത്തിരിപ്പിനിടയിൽ തൻ്റെ ഇല്ലത്തേക്ക് കടന്നു വന്ന കോമളകുമാരൻ ആറന്മുളയപ്പനായിരുന്നെന്ന യാഥാർത്ഥ്യം തിരുമേനിക്ക് പിടികിട്ടിയത്. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഓണസദ്യയ്ക്കുള്ള ഓലനും കാളനും അവിയലും ഉപ്പേരിത്തരങ്ങളും മെഴുക്കുപുരട്ടിയും എന്നു വേണ്ട എല്ലാത്തരം വിഭവങ്ങളും തയ്യാറാക്കി ഒരു തോണിയിൽ കയറ്റി ഭട്ടതിരിയും കുടുംബക്കാരും ആറന്മുളയിലേക്ക് യാത്രയായി. വളരെ രസകരവും ഭക്തി നിർഭരവുമായ ഒരു യാത്രയായിരുന്നു അത്. അങ്ങനെ ആറന്മുളയപ്പന് ഓണവിഭവങ്ങളുമായി പോയ തോണിക്ക്
നാട്ടുകാർ തിരുവോണത്തോണി എന്ന് പേരു നൽകി. പിന്നെ ഇങ്ങനെ എല്ലാ ഓണക്കാലത്തും ആറന്മുളയിലേക്ക് തിരുവോണത്തോണി പുറപ്പെട്ടുകൊണ്ടിരുന്നു. ഒരിക്കൽ ഇത്തരം ഒരു യാത്രക്കിടയിൽ അയിരൂർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ കുറേ പേർ തിരുവോണത്തോണിയെ ആക്രമിക്കാൻ തയ്യാറെടുത്തു വന്നു. അതോടെ നാട്ടുകാർ പല തോണികളിലായി തിരുവോണത്തോണിക്കൊപ്പം സംരക്ഷണ യാത്ര പുറപ്പെട്ടു. ആ അകമ്പടി വള്ളങ്ങൾ പിൽക്കാലത്ത് പള്ളിയോടങ്ങൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഈ പള്ളിയോട ഘോഷയാത്രയാണ് കാലക്രമേണ ആറന്മുള വള്ളംകളി എന്ന പേരിൽ വിഖ്യാതമായി തീർന്നത്. അടുത്ത ഭാഗം കൈപ്പുഴത്തമ്പാൻ്റെ ദേവലോകയാത്ര. കൈപ്പുഴത്തമ്പാൻ്റെ ദേവലോകയാത്ര കേരളത്തിലെ പേരുകേട്ട ഒരു മഹാമാന്ത്രികനായിരുന്നു തമ്പാൻ. സ്വാതി തിരുനാൾ തിരുവിതാംകൂർ വാഴുന്ന കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. വൈദ്യം, ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, ജ്യോതിഷം, മന്ത്രവാദം തുടങ്ങിയവയിലെല്ലാം തമ്പാന് അസാമാന്യ പാടവമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം സ്വാതി തിരുനാളിനെ മുഖം കാണിക്കാൻ തിരുവനന്തപുരം കൊട്ടാരത്തിലെത്തി. ചൂടുകൊണ്ട് നാടും നാട്ടാരും പുകയുന്ന ഒരു വേനൽക്കാലമായിരുന്നു അത്. തമ്പാനെ കണ്ടപ്പോൾ സ്വാതി തിരുനാളിന് വലിയ സന്തോഷമായി. അദ്ദേഹം ചോദിച്ചു, "എന്താ തമ്പാൻ, കുറേ നാളായല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. നമുക്ക് കാണാൻ പറ്റിയ പുതിയ വിദ്യകൾ വല്ലതും കയ്യിലുണ്ടോ?" "അടിയൻ്റെ കയ്യിൽ പുതിയതൊന്നുമില്ല തിരുമേനി. പഴയ ചുളുക്കുവിദ്യകൾ മാത്രമേ ഉള്ളൂ. ഈ ഉഷ്ണകാലത്ത് അതൊക്കെ കാണിച്ചാൽ ആളുകൾ ചൂടുകൊണ്ട് ഉരുകിപ്പോകും," തമ്പാൻ അഭിപ്രായപ്പെട്ടു. "അത് ശരിയാ. ഹോ, കുറേ ദിവസമായി എന്തൊരു ഉഷ്ണമാ. ഉഷ്ണം കൊണ്ട് ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, നടക്കാനും വയ്യ. ആട്ടെ, അടുത്ത ദിവസം മഴ വരാനുള്ള സാധ്യത വല്ലതുമുണ്ടോ?" മഹാരാജാവ് ജ്യോതിഷികുടിയായ തമ്പാനോട് ചോദിച്ചു. "ഉണ്ടല്ലോ തിരുമേനി. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പേ ഇടിയും വെട്ടി തുടിയും കൊട്ടി ഇടമുറിയാതെ മഴ പെയ്യും," തമ്പാൻ പ്രവചിച്ചു. "തമ്പാനെ, അങ്ങ് നമ്മെ പരിഹസിക്കുകയാണോ? ഈ കൊടിയ വേനൽക്കാലത്ത് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ പരം ബോഷക്ക് വേറെയുണ്ടോ?" തിരുമേനി അല്പം ഗൗരവത്തിൽ കൈപ്പുഴ തമ്പാനെ നോക്കി. "തിരുമേനി, പെയ്യണമെന്ന് തോന്നിയാൽ മഴ അങ്ങ് പെയ്യും. അടിയനോ തിരുമേനിക്കോ അത് തടഞ്ഞു നിർത്താൻ കഴിയില്ല," തമ്പാൻ വാദിച്ചു. "നട്ടുഷ്ണകാലത്ത് മഴ വരുമെന്ന് പറഞ്ഞാൽ നാം അത് വിശ്വസിക്കില്ല," തിരുമേനി തീർത്തു പറഞ്ഞു. എന്തു പറയാൻ, ഇങ്ങനെ സംസാരം നടക്കുന്നതിനിടയിൽ കാര്യമാകെ തകിടം മറിഞ്ഞു. ആകാശത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങി. മിന്നൽ പിണറുകൾ ചീറിപ്പുളഞ്ഞു. ദടുപടൂ എന്ന് ഇടിനാദം മുഴങ്ങി. പെട്ടെന്ന് ഘോരമായ മഴ കോരിച്ചൊരിയാൻ തുടങ്ങി. മുറ്റത്ത് കാണേ കാണേ വെള്ളം ഉയർന്നുകൊണ്ടിരുന്നു. കൊട്ടാര വളപ്പും തൊട്ടടുത്തുള്ള വീടുകളും അധികം വൈകാതെ വെള്ളത്തിനടിയിലായി. കൊട്ടാരത്തിനകത്തേക്കും വെള്ളം പാഞ്ഞു കയറുകയാണ്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഈ അവസ്ഥ കണ്ട് സ്വാതി തിരുനാൾ മഹാരാജാവ് വല്ലാതെ അമ്പരന്നു. "തമ്പാനെ, കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണല്ലോ നീങ്ങുന്നത്. നമുക്ക് രക്ഷപ്പെടാൻ എന്താണൊരു വഴി?" തമ്പുരാൻ ചോദിച്ചു. "ശ്രീ പത്മനാഭൻ ശരണം. ഈശ്വരോ രക്ഷന്തു," തമ്പാൻ ഒന്നും അറിയാത്ത മട്ടിൽ തിരുമേനിയെ ആശ്വസിപ്പിച്ചു. ഇതിനിടയിൽ പെട്ടെന്ന് വലിയൊരു വഞ്ചി അകത്തേക്ക് പാഞ്ഞു വരുന്നത് തിരുമേനി കണ്ടു. 5 പേർ തുഴയുന്ന ആ വഞ്ചി തമ്പുരാൻ്റെ സമീപത്ത് വന്നു നിന്നു. "തമ്പാനെ, നമുക്ക് ഇതിൽ കയറി വേഗം രക്ഷപ്പെടാം." മഹാരാജാവ് വഞ്ചിയിലേക്ക് കയറാൻ ഒരുങ്ങി. "അരുത് തിരുമേനി, അരുത്. അങ്ങ് ഭയപ്പെടുന്നത് പോലെ ഇവിടെ ഒന്നുമില്ല," തമ്പാൻ മഹാരാജാവിനെ പിന്നിലേക്ക് വലിച്ചു. അത്ഭുതം! ആ നിമിഷത്തിൽ എല്ലാ കാഴ്ചകളും പെട്ടെന്ന് അപ്രത്യക്ഷമായി. മഴയുമില്ല, കാറ്റുമില്ല, ഇടിയുമില്ല, മിന്നലുമില്ല. എല്ലാം വെറും മായ. തന്നെയും കൊട്ടാരവാസികളെയും അമ്പരിപ്പിക്കാൻ കൈപ്പുഴ തമ്പാൻ നടത്തിയ മഹേന്ദ്രജാലമായിരുന്നു അതെന്ന് അപ്പോൾ മാത്രമാണ് സ്വാതി തിരുനാളിന് മനസ്സിലായത്.
അത്യാഹ്ലാദത്താൽ മതിമറന്നുപോയ മഹാരാജാവ് തമ്പാനെ കെട്ടിപ്പുണർന്നു. പിന്നെ തമ്പാൻ്റെ ഇരു കൈകളിലും ഓരോ വീരശൃംഖല അണിയിച്ചാണ് കൊട്ടാരത്തിൽ നിന്നും അദ്ദേഹത്തെ വിട്ടയച്ചത്. പിന്നീട് കുറേ നാളത്തേക്ക് തമ്പാൻ തിരുവനന്തപുരത്തേക്ക് വന്നില്ല. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരിക്കൽ സ്വാതി തിരുനാളിൻ്റെ മുന്നിലെത്തി. മഹാരാജാവിനെ പ്രത്യേകം താൽപ്പര്യപ്രകാരം രാജസദസ്സിൽ ഇന്ദ്രജാല പ്രകടനം നടത്താനാണ് അദ്ദേഹം വന്നത്. സന്ധ്യയ്ക്ക് മുമ്പായി തമ്പാൻ്റെ പരിപാടികൾ ആരംഭിച്ചു. കൊട്ടാരമുറ്റത്ത് ഒരു കറുത്ത കട്ടിക്കമ്പിളി വിരിച്ച് അതിലിരുന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം. പ്രകടനത്തിനിടയിൽ ആകാശത്ത് നിന്ന് ഒരു വെള്ളിനൂൽ താഴോട്ടിറങ്ങി വരാൻ തുടങ്ങി. നൂലിന്മേൽ ഒരു താളിയോല കഷ്ണം തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് തമ്പാൻ മഹാരാജാവിൻ്റെ കയ്യിൽ കൊടുത്തു. ദേവേന്ദ്രൻ ദേവലോകത്തു നിന്നും അയച്ച കത്തായിരുന്നു അത്. ദേവലോകത്ത് ദേവാസുര യുദ്ധം നടക്കുകയാണെന്നും അതിൽ പങ്കെടുക്കാൻ തമ്പാൻ ഉടനെ എത്തിച്ചേരണമെന്നുമായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. ദേവേന്ദ്രൻ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ടയച്ച കത്തായിരുന്നു അത്. സംസ്കൃതത്തിലുള്ള ആ കത്ത് സ്വാതി തിരുനാൾ മഹാരാജാവ് എല്ലാ സദസ്യരെയും ഉച്ചത്തിൽ വായിച്ചു കേൾപ്പിച്ചു. എല്ലാവരും അതോടെ ആകാംക്ഷാഭരിതരായി. മഹാരാജാവിൻ്റെ അനുവാദവും വാങ്ങി അപ്പോൾ തന്നെ കൈപ്പുഴ തമ്പാൻ ദേവലോകത്തേക്ക് പുറപ്പെട്ടു. താഴേക്ക് വന്ന വെള്ളി നൂലിൽ തൂങ്ങി മേലോട്ട് സഞ്ചരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേവലോകത്തേക്കുള്ള പുറപ്പാട്. അല്പസമയത്തിനുള്ളിൽ തമ്പാൻ കാണികളിൽ നിന്ന് അപ്രത്യക്ഷനായി. എന്താണ് ഇനി സംഭവിക്കുന്നതെന്നറിയാൻ എല്ലാവരും മേലോട്ട് കണ്ണും നട്ടിരുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ചോരമഴ പെയ്യാൻ തുടങ്ങി. യുദ്ധത്തിൽ മുറിവേറ്റവരുടെ കൈകാലുകളും തലയും ഉടലുമൊക്കെ വേർപെട്ട നിലയിൽ താഴോട്ട് വീണുകൊണ്ടിരുന്നു. ആനകൾ, കുതിരകൾ എന്നിവയും വെട്ടേറ്റ് താഴേക്ക് നിലം പതിച്ചു. അമ്പരപ്പിക്കുന്ന ഈ കാഴ്ചകൾ കണ്ട് സദസ്യർ ഒന്നടങ്കം ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു. ഏറ്റവും ഒടുവിൽ സാക്ഷാൽ കൈപ്പുഴ തമ്പാൻ്റെ തലയും ജനമധ്യത്തിൽ വന്നു വീണു. അതോടെ മഹാരാജാവും ഒന്നു പതറിപ്പോയി. ഈ കാഴ്ചകളെല്ലാം കണ്ടിരുന്ന അമ്മ മഹാറാണിയും ഇതിനിടയിൽ ബോധമറ്റ് നിലത്തു വീണു. അതോടെ മുഴങ്ങുന്ന ശബ്ദത്തിൽ ആരോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, "ആരും പരിഭ്രാന്തരാകേണ്ട, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നത്തെ കളി കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷത്തോടെ പോകാം." ആളുകൾ ശ്വാസമടക്കി പിടിച്ച് ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. അവിടെ ഏതാ ചിരിക്കുന്ന മുഖവുമായി കൈപ്പുഴ തമ്പാൻ. ഇങ്ങനെ കൈപ്പുഴ തമ്പാനുമായി ബന്ധപ്പെട്ട് കേട്ടാലും മതിവരാത്ത കഥകൾ അനവധിയുണ്ട്. തമ്പാനെ മുതല പിടിച്ച കഥ, തമ്പാൻ മെതിയടി അണിഞ്ഞ് പത്മതീർത്ഥക്കുളത്തിനു മീതെ നടന്ന കഥ, വെള്ളത്തിനു മീതെ കരിമ്പടം വിരിച്ചിരുന്ന് തമ്പാൻ അഭ്യാസങ്ങൾ കാണിച്ച കഥ എന്നിവയെല്ലാം ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. അടുത്ത ഭാഗം കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ. ഉപ്പുമാങ്ങ കേരളീയർക്ക് പണ്ട് മുതലേ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്, അല്ലേ? എന്നാൽ ഉപ്പുമാങ്ങകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വാദിഷ്ടമായത് ഏതാണെന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് പാണ്ടൻ പറമ്പത്ത് കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങയ്ക്ക് പിന്നിൽ അതീവ രസകരമായൊരു കഥയുണ്ട്, കേട്ടോളൂ. കേരളത്തിലെ പേരുകേട്ട ഒരു കുടുംബമായിരുന്നു പാണ്ടൻ പറമ്പത്ത് ഭട്ടതിരിയുടെ ഇല്ലം. പക്ഷേ പറഞ്ഞിട്ടെന്തു കാര്യം? ഒരു കാലത്ത് ഈ ഇല്ലം തീരെ ദാരിദ്ര്യ അവസ്ഥയിലായി തീർന്നു. ഭട്ടതിരിയും കുടുംബവും പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സന്ധ്യയ്ക്ക് ഇല്ലത്തിൻ്റെ സമീപമുള്ള പുഴക്കരയിൽ ഒരു വഞ്ചി വന്നടുത്തത്. അതിൽ നിന്ന് വിചിത്ര വേഷധാരിയായ ഒരാൾ കരക്കിറങ്ങി ഭട്ടതിരിയുടെ ഇല്ലത്തേക്ക് വന്നു. അയാൾ പറഞ്ഞു, "ക്ഷമിക്കണം, ഞാൻ ചീനക്കാരനായ ഒരു വ്യാപാരിയാണ്. ഞാനും എൻ്റെ ചങ്ങാതിമാരും സഞ്ചരിച്ച കപ്പൽ കാറ്റിൽപ്പെട്ട് തകർന്നു മുങ്ങി.
അയ്യോ, എന്നിട്ട്? ഭട്ടതിരി ആകാംക്ഷയോടെ ചീനക്കാരനെ നോക്കി. ഞാനൊരു വഞ്ചിയിൽ കയറി രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതാണ്. സഹായിക്കണം, അയാൾ അഭ്യർത്ഥിച്ചു. ഇതൊരു പാവപ്പെട്ട ഇല്ലമാണ്. കഴിയുന്ന എന്തു സഹായവും ചെയ്യാനും തയ്യാറാണ്, ഭട്ടതിരി അറിയിച്ചു. വിശന്നു വലഞ്ഞ് അകത്തേക്ക് കയറിയ ചീനക്കാരന് ഇല്ലത്തുള്ള കഞ്ഞിയിൽ നിന്ന് ഭട്ടതിരി ഒരു പങ്കു കൊടുത്തു. അയാൾക്ക് വലിയ സന്തോഷമായി. കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോൾ ചീനക്കാരൻ പറഞ്ഞു, എൻ്റെ വഞ്ചിക്കകത്ത് 10 ചീനഭരണി നിറയെ തുവരപ്പരിപ്പുണ്ട്. ഞാൻ നാട്ടിൽ പോയി മടങ്ങി വരുന്നതുവരെ അതിവിടെ സൂക്ഷിക്കണം. അതിനുള്ള പ്രതിഫലം ഞാൻ വരുമ്പോൾ തന്നുകൊള്ളാം. ചീനക്കാരൻ ഉറപ്പു കൊടുത്തു. അതിനെന്താ, ഈ അകത്തളത്തിലേക്ക് എടുത്തു വെച്ചോളൂ, ഭട്ടതിരി സമ്മതം മൂളി. ഭരണികൾ അകത്തളത്തിലെ പത്തായത്തിൽ എടുത്തു വെച്ചിട്ട് വ്യാപാരി യാത്ര പറഞ്ഞു പോയി. നാളുകൾ കുറേ കഴിഞ്ഞു. ഇല്ലത്തെ പട്ടിണി അസഹനീയമായി. കുഞ്ഞുങ്ങളുടെ കരച്ചിലും പിഴിച്ചിലും കേട്ട് ഭട്ടതിരിയും ഭാര്യയും വിങ്ങിപ്പൊട്ടി. ഭരണിയിൽ നിന്ന് കുറച്ച് തുവരപ്പരിപ്പെടുത്ത് ഉണ്ണികൾക്ക് വേവിച്ചു കൊടുക്കാം, ഭാര്യ അഭിപ്രായപ്പെട്ടു. അത് കൊള്ളാം, നീ ആ മുറമിങ്ങെടുത്തോളൂ, ഞാൻ ഭരണി തുറക്കാം. ഭട്ടതിരി വേഗം ചെന്ന് ഭരണിയുടെ മൂടി തുറന്നു. ഭരണിയിൽ കൈയിട്ടപ്പോൾ ഭട്ടതിരി വല്ലാതെ അമ്പരന്നു. തുവരപ്പരിപ്പിനിടയിൽ നിറയെ വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ നാണ്യങ്ങൾ. അതവർ ആരോടും പറഞ്ഞില്ല. എങ്കിലും ഭട്ടതിരി അതിൽ നിന്ന് ഒരു സ്വർണ്ണ നാണയമെടുത്ത് തൽക്കാലത്തേക്ക് വേണ്ട അരിയും കറിസാധനങ്ങളുമൊക്കെ വാങ്ങി. അതോടെ ഇല്ലത്തിൻ്റെ പട്ടിണി പോയ വഴിയില്ല. പട്ടിണിയും പരിവട്ടവുമൊക്കെ മാറിയപ്പോൾ ഭട്ടതിരി ചില തീരുമാനങ്ങൾ എടുത്തു. അയാൾ ഭരണിയിൽ നിന്ന് സ്വർണമെടുത്ത് പുതുതായി കുറേ വയലേലകൾ വാങ്ങി. പഴയ ഇല്ലം പൊളിച്ചു മാറ്റി ശില്പചാതുരിയുള്ള നല്ലൊരു മണിമാളികയുണ്ടാക്കി. കൃഷിയും കച്ചവടവുമൊക്കെ തുടങ്ങി ഭട്ടതിരി താമസിയാതെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനായി. പക്ഷേ അയാൾ ചില മര്യാദകൾ പാലിച്ചു. വരുമാനം കിട്ടിത്തുടങ്ങിയതോടെ ഭരണിയിൽ നിന്ന് താനെടുത്ത സ്വർണ്ണ നാണയങ്ങൾ പകരമായി അത്രയും തന്നെ സ്വർണം അതിൽ നിറച്ച് പഴയതുപോലെ ഭദ്രമായി അടച്ച് മുദ്രയും വെച്ചു. തീർന്നില്ല, പുതുതായി ചെറിയ ഭരണികൾ കൂടി വാങ്ങി അതിലും സ്വർണം ശേഖരിച്ചു അതോടൊപ്പം വെച്ചു. നാളുകൾ പിന്നെയും കടന്നുപോയി. എന്തു പറയാൻ, വർഷങ്ങൾ 12 പിന്നിട്ടത് പെട്ടെന്നാണ്. അന്നൊരു ദിവസം പഴയ ചീനക്കാരൻ വ്യാപാരി ഭരണികൾ തേടി പാണ്ഡൻ പറമ്പത്തെത്തി. ഇടിഞ്ഞു പൊളിഞ്ഞ പഴയ ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് അതിമനോഹരമായ ഒരു പുത്തൻ മാളിക നിൽക്കുന്നത് കണ്ട് ചീനക്കാരൻ അതിശയിച്ചു. തൻ്റെ സ്വർണം മുഴുവൻ ഭട്ടതിരി കവർന്നെടുത്തു കഴിഞ്ഞെന്ന് അയാൾ മനസ്സിൽ കണക്കുകൂട്ടി. വർഷങ്ങൾക്കു ശേഷം തന്നെ തേടിയെത്തിയ വ്യാപാരിയെ ഭട്ടതിരിയും കുടുംബവും ഇല്ലത്തിൻ്റെ അകത്തളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതാ അങ്ങേൽപ്പിച്ച 10 ഭരണികൾ, അതോടൊപ്പം എൻ്റെ സമ്മാനമായി 10 ചെറിയ ഭരണികൾ കൂടിയുണ്ട്. അതും അങ്ങെടുത്തോളൂ. വ്യാപാരി ഒന്നും മനസ്സിലാകാതെ മിഴിച്ചു നിന്നു. അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, വ്യാപാരി, പട്ടിണിക്കാരനായ ഞാൻ അങ്ങ് ഏൽപ്പിച്ച ഭരണികൾ കൊണ്ടാണ് ഈ വിധത്തിൽ വളർന്ന് സമ്പന്നനായത്. ആ മുതലിൻ്റെ പലിശയായിട്ടാണ് ഈ 10 ചെറിയ ഭരണികൾ കൂടെ വെച്ചിരിക്കുന്നത്. എല്ലാം സന്തോഷത്തോടെ അങ്ങ് എടുത്തോളൂ. എൻ്റെ ഇല്ലത്തെ രക്ഷപ്പെടുത്തിയതിന് 100 നന്ദി. ഭട്ടതിരി ചീനക്കാരൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. കച്ചവടക്കാരൻ കൂടുതലായി ഭരണികളൊന്നും സ്വീകരിച്ചില്ല. അയാൾ തൻ്റെ 10 ഭരണികൾ മാത്രം തിരിച്ചെടുത്തു. എന്നിട്ട് അതിലൊരു ഭരണി നീക്കി വെച്ചിട്ട് പറഞ്ഞു, ദാ ഈ ഭരണി നിങ്ങൾക്ക് ഉള്ള സൂക്ഷിപ്പ് കൂലിയാണ്, എടുത്തോളൂ. വ്യാപാരി നിർബന്ധിച്ചപ്പോൾ ഭട്ടതിരി ആ ഭരണി ഏറ്റുവാങ്ങി. അല്പം കോട്ടമുള്ള ഒരു കോടൻ ഭരണിയായിരുന്നു അത്. വ്യാപാരി പറഞ്ഞു, സ്വാമി, ഇതൊരു ഐശ്വര്യമുള്ള ഭരണിയാണ്. അത്ഭുത സിദ്ധിയുള്ള ഈ ഭരണിയിൽ മാങ്ങ ഉപ്പിലിട്ടാൽ അതിൻ്റെ രുചി സങ്കല്പിക്കാൻ പോലും കഴിയില്ല. വ്യാപാരി അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോയി. അടുത്ത വർഷം മുതൽ ഭട്ടതിരി ആ കോടൻ ഭരണിയിൽ മാങ്ങ ഉപ്പിലിട്ടു തുടങ്ങി. ഹായ് ഹായ്, അതിൻ്റെ സ്വാദ് ഒന്ന് വേറെ തന്നെയായിരുന്നു. ക്രമേണ ഈ ഉപ്പുമാങ്ങയുടെ ഖ്യാതി നാടെങ്ങും പരന്നു. നാട്ടിൽ
നടക്കുന്ന കെങ്കേമൻ സദ്യകളിലെല്ലാം കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ ഒന്നാം സ്ഥാനക്കാരനായി. അങ്ങനെ പാണ്ഡൻ പറമ്പത്തെ കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ ചരിത്രത്തിലും ഇടം നേടി. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം ഗോവിന്ദസ്വാമികളും മഹാരാക്ഷസനും എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷെയർ ചെയ്യുക. പ്രിയപ്പെട്ടവർക്കായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.